ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. അമേരിക്കയിൽ ഏപ്രിൽ മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്നലെ പുറത്തു വിട്ടിരുന്നു. ബിലോ എക്സ്പെക്റ്റേഷൻ ആണ് ഡാറ്റ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ US ഫെഡറൽ റിസർവ് ഒരുപക്ഷെ സെപ്റ്റംബർ മുതൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം എടുക്കുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണ് അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ റാലി ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ്, S&P 500, അതുപോലെ തന്നെ നാസ്ഡാക്ക്, ഈ ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 12.45 ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. S&P 500 വിക്സ് ഇതും സൂചിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിനെയാണ്. യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം റാലി ചെയ്തിരിക്കുകയാണ്. ഇന്ന് എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും റാലി ചെയ്യുകയാണ്. ഒപ്പം കമോഡിറ്റികളും റാലി തന്നെയാണ്. ഗോൾഡിന് $2,394 പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $83.12 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് ഫ്യൂച്ചേഴ്സുകൾ പ്രത്യേകിച്ച് കോപ്പർ, അലുമിനിയം, നിക്കലൊക്കെ ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജപ്പാനിലെ ജപ്പാനിലത്തെ GDP ഡാറ്റ വന്നിരുന്നു. Q1 -2% ആണ്. എക്സ്പെക്റ്റ് ചെയ്തേക്കാളും താഴെയാണ്. തീർച്ചയായിട്ടും ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുന്ന തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വരും എന്ന തരത്തിൽ റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. പൊതുവേ ഇത് ജാപ്പനീസ് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും ഉയരാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ജാപ്പനീസ് കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് കിട്ടാൻ പോകുന്നത്. ഒപ്പം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എല്ലാം വളരെ ബുള്ളിഷാണ് ജാപ്പനീസ് സ്റ്റോക്കുകളിലെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ താഴെ വരുമ്പോൾ ജാപ്പനീസ് മാർക്കറ്റ് റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിലാണ് ഷോർട്ട് പൊസിഷൻ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 2012 ശേഷമുള്ള ഹയസ്റ്റ് ഷോർട്ട് പൊസിഷൻ ബിൽഡപ്പാണ്. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വൊളാറ്റൈൽ റിസൾട്ടാണ്. നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന NDAക്ക് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇത്തരത്തിലുള്ള ഷോർട്ട് പൊസിഷൻ ബിൽഡപ്പ്. മറിച്ച് സംഭവിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഷോർട്ട് കവറിംഗ് ഒക്കെ വരാനുള്ള ചാൻസസും ഉണ്ട്. ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ SBI മ്യൂച്വൽ ഫണ്ട് അവരുടെ PSU ഫണ്ടിൽ LICയുടെ സ്റ്റേക്ക് കൂട്ടിയിരിക്കുകയാണ്. സെയിലിൻ്റെ സ്റ്റേക്ക് കൂട്ടിയിരിക്കുകയാണ്. നാൽക്കോ നാഷണൽ അലുമിനിയത്തിൻ്റെ സ്റ്റേക്ക് കൂട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേക്കൊക്കെ ആഡ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസാണ്. ONGC റിന്യൂവബിൾ എനർജി രംഗത്തു നിന്നുള്ളൊരു കമ്പനിയെ അക്വയർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. 5 ഗിഗാവാട്ടുള്ള അയാന റിന്യൂവബിൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണ്. ഫൈനൽ ഡിസിഷൻ അടുത്ത 1-2 മാസം എടുത്തേക്കാം. എന്നിരുന്നാലും ഈ അക്വിസിഷൻ ONGCക്ക് സാധ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകിയേക്കാം. ഇന്നലെ വന്നിട്ടുള്ള Q4 റിസൾട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ മിക്സഡ് ആണ്. മെജോറിറ്റി ബെറ്റർ ആണ്. ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം എക്സലൻറ്റ് റിസൾട്ടാണ്. അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻ ആണ്. പക്ഷേ ഓവറോൾ സെയിൽസൊക്കെ അവരുടെ ടാർഗറ്റ് എക്സീഡ് ചെയ്ത് പോയിരിക്കുകയാണ്. എന്നിരുന്നാലും ജിൻഡാൽ സ്റ്റെയിൻലെസ് ഒരു പക്ഷേ നെഗറ്റീവ് റിയാക്ഷൻ കാണിച്ചേക്കാം. TVS മോട്ടേഴ്സ് ഇറ്റലിയിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. EV വെഹിക്കിൾസും മറ്റു 2 വീലറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇറ്റലിയിൽ പോസിറ്റീവ് ന്യൂസാണ്. സിഗ്നേച്ചർ ഗ്ലോബൽ കഴിഞ്ഞ വർഷത്തെ 112% പ്രീ സെയിൽസ് ഹയസ്റ്റ് എവറാണ്. പോസിറ്റീവ് ന്യൂസാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച്. ജിയോഫിൻ ബ്ലാക്ക് റോക്ക് പറയുന്ന അടുത്ത മാസങ്ങളിൽ ഇന്ത്യയിൽ അവരുടെ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ 50-50 JV ഉള്ളത് ജിയോഫിനായിട്ടാണ്. അപ്പോൾ ജിയോഫിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് അടുത്ത മാസങ്ങളിൽ കണ്ടേക്കാം. പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടിയേക്കാം ഈ സ്റ്റോക്കിന്. ഒപ്പം നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് റിപ്പീറ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് നൈബ് ലിമിറ്റഡ് ആണ്. BSE ലിസ്റ്റഡ് ഒരു ഡിഫൻസ് റിലേറ്റഡ് കമ്പനിയാണ്. എയറോസ്പേസ് രംഗത്തും കൂടിയുള്ളൊരു കമ്പനിയാണ്. ലോങ് റണ്ണിലെ ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ ലഭിക്കാൻ ചാൻസുള്ള ഡിഫൻസ് കമ്പനിയാണ് നൈബ് ലിമിറ്റഡ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് ഒക്കെ മാർക്കറ്റിനെ ചെറുതായിട്ട് ഇമ്പാക്റ്റ് ചെയ്തേക്കാം. ഒപ്പം ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസും മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് വളരെ വൊളാറ്റൈൽ മാർക്കറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.